ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് ബീൻസും ക്യാരറ്റും വെച്ചിട്ടാണ് ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബീൻസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കഴുകി 3-4 പ്രാവശ്യം കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ബീൻസ് നമ്മൾ പകുതിയാണ് കട്ട് ചെയ്തെടുത്തേക്കണം. പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റും കൂടിയും ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീൻസും ക്യാരറ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പിന്നെ 2-3 പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ചെറുള്ളി ചേർത്താൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. പിന്നെ വെളുത്തുള്ളിയും കൂടിയും കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ പാനടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ചെറിയ ഉള്ളി ഒന്നും ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. എന്നാലാണ് വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് ഈ മെഴുക്ക് വരട്ടിയിൽ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആണ് ഈ ബീൻസും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് വെന്ത് കഴിയുമ്പോഴാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്താൽ മതി. ഇതിൽ കൂടുതൽ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പച്ചമുളക് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെളിച്ചെണ്ണയിലും പിന്നെ ഇതിൻ്റെ മൂടിയിലുണ്ടാവണ ആവി വെള്ളത്തിലും കിടന്ന് ഇത് വെന്തോളും. ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അഥവാ വെള്ളം വേണമെങ്കിൽ തന്നെ ഒരു 2-3 ടീസ്പൂൺ വെള്ളം നമ്മൾ കയ്യിലെടുത്തിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ബീൻസും ക്യാരറ്റ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ആയാലും ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിലാണ് ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആവി കിടന്ന് തന്നെ ഇത് പകുതി ഭാഗം വെന്ത് കഴിയും. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ട ചെറിയ ചെമ്മീൻ. ഞാൻ നാളെ കടച്ചക്ക മെഴുക്ക് വരട്ടി വെച്ചപ്പോഴും ഈ ചെമ്മീൻ ചേർക്കേണ്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെമ്മീൻ ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ച് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ കുറേശ്ശെ അതിൽ നിന്ന് എടുത്തിടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ മെഴുക്ക് വരട്ടിയും തോരനൊക്കെ വെക്കുമ്പോൾ ഈ ചെമ്മീൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചെറിയ ചെമ്മീൻ തന്നെ ആയിരിക്കണം. പച്ചിങ്ങയും കായൊക്കെ കൂടി വെക്കുമ്പോഴായാലും അതിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീനും കൂടി ചേർത്തിട്ട് അതിൻ്റെ വെള്ളത്തേപ്പൊടി തന്നെയാണ് ചേർത്തത്. എന്നിട്ട് നമുക്കൊന്നും കൂടിയും മൂടി വയ്ക്കാം. പിന്നെ ഇതിലൊക്കെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കണമല്ല. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മാത്രം ചേർക്കണുള്ളൂ. പിന്നെ മെഴുക്ക് വരട്ടിലും തോരനിലൊന്നും അധികം പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് തന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ളത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീൻസ് ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഈ ചെമ്മീനൊക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ലഞ്ചിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ, പിന്നെ രാത്രി നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാനും ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.